ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവർ ടൈൽസ് കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തമിഴ്നാട് സ്റ്റൈൽ ഫിഷ് ചുക്കയാണ്. വളരെ എളുപ്പത്തിൽ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഫിഷ്, ഞാനിപ്പോൾ ഇവിടെ ചൂര മീനാണ് എടുത്തേക്കുന്നത്, അത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ചിക്കൻ ഫ്രൈ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, ജീരകം പൊടിച്ചത്, മല്ലിപ്പൊടി, ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, വെളിച്ചെണ്ണ. ആദ്യം തന്നെ നമുക്ക് മീനിലേക്ക് ചിക്കൻ ഫ്രൈ മസാല ഇട്ട് നല്ലോണം പുരട്ടി വെക്കാം. ഇപ്പോൾ ചിക്കൻ ഫ്രൈ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പുരട്ടി വെച്ചാൽ മതി. ഞാനിതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഉരുളി ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഉരുളിയാണ് എടുത്തേക്കുന്നത്. ചൂടായ ഉരുളിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കടുക് കാണിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മീൻ എല്ലാം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഉരുളിയിൽ വെച്ചേക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഇളക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മീനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയും പച്ചമുളകെല്ലാം ചെറുതായിട്ട് വാടി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇപ്പോൾ നമ്മൾ 1 സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വഴണ്ട് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തക്കാളി എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. പൊടികളെല്ലാം ഇട്ടിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് ഉലുവാപ്പൊടിയും ജീരകത്തിൻ്റെ പൊടിയും. അത് രണ്ടും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ഞാനിപ്പോൾ ആ ചിക്കൻ ഫ്രൈ മസാലയിലുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. നിങ്ങളപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കും. നമ്മുടെ ഫിഷൊക്കെ ഇവിടെ റെഡി ആയിട്ടിട്ട് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം.